ഈ കാലയളവിൽ ഇപ്പോൾ 2018 നൂറ്റാണ്ടിലെ മഹാപ്രളയമാണ്. കേരളത്തെ അങ്ങ് തകർത്തെറിയായിരുന്നല്ലോ. കേരളത്തെ സ്നേഹിക്കുന്ന ഒരുപാട് ആളുകളുണ്ടല്ലോ, അവരൊക്കെ വല്ലാതെ വേദനിച്ചല്ലോ. ഇനി എങ്ങനെ ഈ നാട് കരകയറും? നമുക്ക് സഹായം വേണ്ടേ ആ ഘട്ടത്തിൽ? ആ സഹായം കേന്ദ്ര ഗവൺമെൻറ്റിനല്ലേ ലഭിക്കേണ്ടത്? രാജ്യത്ത് എവിടെ ദുരന്തം ഉണ്ടായാലും സാധാരണ നിലക്ക് കേന്ദ്രം സഹായിക്കാറുണ്ട്. പക്ഷെ നമുക്ക് ദുരനുഭവമാണ് ഉണ്ടായത്. നമുക്ക് സഹായം ലഭിച്ചില്ല. സഹായം ലഭിച്ചില്ല എന്ന് മാത്രമല്ല, നമ്മളെ ദുരന്തത്തിൽ സഹായിക്കാൻ സന്നദ്ധത കാണിച്ച് വന്ന ചില രാജ്യങ്ങളുണ്ട്. ആ രാജ്യങ്ങൾ കേന്ദ്രത്തെ അറിയിച്ചു, ഞങ്ങൾ സഹായിക്കാൻ തയ്യാറാണ്, ഞങ്ങൾ സഹായം സ്വീകരിക്കില്ല എന്ന മറുപടിയാണ് കേന്ദ്ര ഗവൺമെൻറ് പറഞ്ഞത്. അവിടെയാണ് നമ്മളൊരു കാര്യം ആലോചിക്കേണ്ടത്. ഇത് പറഞ്ഞ പ്രധാനമന്ത്രി നേരത്തെ ഗുജറാത്തിലെ മുഖ്യമന്ത്രിയായിരുന്നു ശ്രീ നരേന്ദ്രമോദി. ആ കാലത്ത് അവിടെ വലിയൊരു ദുരന്തമുണ്ടായി. ആ ദുരന്തത്തിൽ വലിയ തകർച്ച ഗുജറാത്തിനുണ്ടായി. രാജ്യത്തിൻ്റെ സഹായം കേന്ദ്ര ഗവൺമെൻറ് വക വന്നു, രാജ്യത്തിന് പുറത്തുള്ള സഹായം മറ്റു രാജ്യങ്ങളിൽ നിന്ന് വന്നു. എല്ലാം വാങ്ങി ഗുജറാത്തിനെ അഭിവൃദ്ധിപ്പെടുത്താൻ നേതൃത്വം കൊടുത്തയാളാണ് മുഖ്യമന്ത്രി എന്ന നിലക്ക് നരേന്ദ്രമോദി. അദ്ദേഹം പ്രധാനമന്ത്രിയായിരിക്കുമ്പോഴാണ് കേരളത്തിന് ഇതുപോലൊരു ദുരന്തം വന്നപ്പോൾ ഞങ്ങൾ സഹായം സ്വീകരിക്കില്ല എന്ന നിലപാടെടുക്കുന്നത്. ഇത് എന്താണ് അതിൻ്റെ അർത്ഥം? എന്നാൽ സഹായം സ്വീകരിക്കില്ലെങ്കിൽ കേന്ദ്ര ഗവൺമെൻറ് സഹായം തരണ്ടേ? അത് തന്നുമില്ല. അപ്പം കേരളം തകരട്ടെ എന്നൊരു മനോഭാവം. പക്ഷെ നമുക്ക് തകരാൻ പറ്റില്ലായിരുന്നു. നമുക്ക് അതിജീവിച്ചേ പറ്റൂ. അങ്ങനൊരു ദുരന്തമുണ്ടായപ്പോൾ അതിൻ്റെ മുമ്പിൽ തലയിൽ കൈവച്ച് കരഞ്ഞിരുന്നിട്ട് കാര്യമില്ലല്ലോ. അതിജീവിക്കാൻ എന്താണ് മാർഗമെന്ന് ആലോചിച്ചു. അതിൽ നമ്മുടെ നാടിൻ്റെ ഒരുമ, ജനങ്ങളുടെ ഐക്യം, അതാണ് അതിജീവനത്തിൻ്റെ കരുത്ത്. നല്ല പിന്തുണ നാട്ടിൽ നിന്നും ജനങ്ങളിൽ നിന്നും ഉണ്ടായി. അതുകൊണ്ട് തന്നെ രാജ്യവും ലോകവും അതിശയപ്പെടുമാറുള്ള അതിജീവനമാണ് നമ്മൾ നടത്തിയത്. നല്ല മാറ്റങ്ങൾ അതിൻ്റെ ഭാഗമായി വന്നു. ഇപ്പോൾ അങ്ങ് പറഞ്ഞ തുരങ്കപാതയുടെ കാര്യം, വയനാട് തുരങ്കപാതയുടെ കാര്യം, ചങ്ങനാശ്ശേരി റോഡ്, ആ റോഡ് മഴ വരുമ്പോഴൊക്കെ ഒലിച്ചു പോകുന്നതാണ്. എല്ലാ മഴക്കാലത്തും കുറച്ച് മഴ പെയ്താൽ മതി, അവിടെ വെള്ളം കയറും. അപ്പോൾ ഇതിൻ്റെ ഭാഗമായിട്ടാണ് ഞങ്ങൾ തീരുമാനിക്കുന്നത്. ഈ 2018 പ്രളയം കഴിഞ്ഞപ്പോഴാണ് തീരുമാനിക്കുന്നത് ആ റോഡ് നല്ല രീതിയിൽ പുതുക്കിപ്പണിയണം, വെള്ളം പ്രളയം വന്നാൽ തകരാത്ത റോഡാക്കി മാറ്റണം. അതിന് പറ്റിയ തരത്തിലുള്ള റോഡാക്കി ഇപ്പോൾ അത് മാറ്റി. ഇപ്പോൾ അത് ഉദ്ഘാടനം ചെയ്തു. നേരത്തെ പറഞ്ഞ തുടർ ഭരണത്തിൻ്റെ ഭാഗമായിട്ടാണ് അത് പൂർണ്ണമായിട്ട് പൂർത്തീകരിക്കാൻ കഴിഞ്ഞത്. ഇങ്ങനെയുള്ള ഒട്ടേറെ പദ്ധതികൾ നമ്മുടെ നാട്ടിൽ ഏറ്റെടുക്കാൻ കഴിയും. ഇതിൽ സാധാരണ നിലക്ക് ഇത്തരം കാര്യങ്ങളിൽ കേന്ദ്ര ഗവൺമെൻറ് സഹായിക്കേണ്ടത് സഹായിക്കാതിരുന്നാൽ നമുക്ക് വലിയ തകർച്ച വരുമല്ലോ. മറ്റൊരു ദുഃഖകരമായ അനുഭവം കൂടി നമുക്കുണ്ട്. മറ്റെല്ലാ നാട്ടിലും എല്ലാ സംസ്ഥാനങ്ങളിലും ഇത്തരം പ്രശ്നങ്ങൾ വരുമ്പോൾ ആ സംസ്ഥാനത്തുള്ള എല്ലാവരും സംസ്ഥാനത്തിൻ്റെ ആവശ്യങ്ങൾക്ക് വേണ്ടി ഒന്നിച്ചു നിൽക്കും. പക്ഷെ നമുക്കതിൽ കടുത്ത ദുരനുഭവമാണ്. ഇവിടുത്തെ പാർലമെൻറ്റ് മെമ്പർമാർ മഹാഭൂരിഭാഗം ഇവിടുത്തെ പ്രതിപക്ഷമായിരുന്നു, UDF ആരായിരുന്നു. പാർലമെൻറ്റിൽ ഇതിനു വേണ്ടി ആരും ശബ്ദിച്ചില്ല. മാത്രമല്ല, വളരെ ദുഃഖകരമായ അനുഭവമാണ്. നമ്മൾ 2018 പ്രളയത്തിന് ശേഷമുള്ള നടപടികൾ വന്നപ്പോൾ അതിനെ തുരങ്കം വെക്കാനുള്ള നടപടികളാണ് സ്വീകരിച്ചത്. അതിൽ നമ്മുടെ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധി ഉണ്ടല്ലോ, അതിലേക്ക് പണം കൊടുക്കുമല്ലോ. പണം കൊടുക്കാൻ പാടില്ല എന്ന് പറഞ്ഞു. ഒരു ഘട്ടത്തിൽ ജീവനക്കാരുടെ കയ്യിൽ നിന്ന് വായ്പ എടുക്കുകയാണ്. പണം ഒരു പ്രശ്നമല്ലേ, ഒരു വേറൊരു ഘട്ടത്തിലാണത്. ആ പണം ഇല്ലാതെ വന്നപ്പോൾ പണം കടമായിട്ട് തരാൻ വേണ്ടി ജീവനക്കാരോട് പറഞ്ഞു. ഒരു ചില ദിവസങ്ങളിലെ സാലറി കടമായിട്ട് തരും, പിന്നെ അത് തിരിച്ചു കൊടുക്കാൻ പാടില്ല എന്ന് പറഞ്ഞു. കേസ് പോയി അതിനെതിരായിട്ട്. അപ്പോൾ എത്രമാത്രം നിഷേധാത്മകമായ നിലപാടാണെന്ന് നോക്കണം. ഇതെല്ലാമായിട്ടും നമ്മൾ തകർന്നില്ല. നമ്മൾ ലോകവും രാജ്യവും വലിയ ആശ്ചര്യത്തോടെ നോക്കിക്കാണുന്ന തരത്തിലുള്ള അതിജീവനം തന്നെയാണ് നടത്തിയത്. അതിനിടയാക്കിയത് കേരളത്തിൻ്റെ ഒരുമയും ജനങ്ങളുടെ ഐക്യവും തന്നെയാണ്. ഒരു സംശയവും അക്കാര്യത്തിലില്ല.